ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നൂസ് ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു ഈസി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് 2 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ബ്രെഡാണെങ്കിൽ ഒരു ബ്രെഡ് എടുത്താൽ മതി. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ബ്രെഡ് 2 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 എഗ്ഗ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മുളക് പൊടി ഇഷ്ടമെന്നുള്ളവർക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്ത് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുവാണ്. ബട്ടർ നന്നായിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 2 പീസ് ബ്രെഡ് അത് ഒന്ന് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആ ബ്രെഡും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ടയുടെ അടിഭാഗം നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എക്സസ് ആയിട്ട് കുറച്ച് മുട്ടയുടെ പീസസുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. ബ്രെഡിൽ നിന്ന് മാറിയിട്ട് അത് നമ്മൾ ഇങ്ങനെ മടക്കി ആ ബ്രെഡിൻ്റെ പുറത്തേക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ആ മറ്റേ അറ്റത്തും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്തേക്ക് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ജാം ഉണ്ടെങ്കിൽ ജാം തേച്ച് കൊടുക്കുന്നതും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ തൽക്കാലം ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗത്തെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ വേറൊരു ഭാഗത്തേക്ക് ചീസിൻ്റെ സ്പ്രെഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ മൊസറല്ല ചീസ് യൂസ് ചെയ്യാം, എന്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു പീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നമ്മളത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുവാണ്. കാരണം അതിൻ്റെ അടിഭാഗത്തെ ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റായിട്ട് കിട്ടണം. അപ്പം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അടിഭാഗം അത്യാവശ്യം നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബട്ടർ ആ ഭാഗത്തും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടെ ആ ഭാഗം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതേ ഉള്ളൂ. സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്തുകൂടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ചീസിൻ്റെ സ്പ്രെഡാണ് യൂസ് ചെയ്തത് കാരണം കുറച്ച് ക്രീമി ആയിട്ടിരിക്കും. അതേസമയം മൊസറല്ല ചീസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കഴിക്കാനായിട്ട്. ചീസിൻ്റെ സ്ലൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.